ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണ വ്ളോഗിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ടാണ് കേട്ടോ വൈകുന്നേരത്തെ ഒരു ഫംഗ്ഷൻ. നമ്മൾ ആൺവീട്ടുകാർ പൊതുവേ വൈകുന്നേരത്തെ ഫംഗ്ഷനായിരിക്കും കൂടുതലായിട്ടും ആഘോഷിക്കുന്നത്. കാരണം വൈകുന്നേരം ഫുൾ ടൈം നമുക്ക് അവിടെ നിന്ന് അടിച്ചു പൊളിക്കാനും അവിടുത്തെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുവാനും ഇച്ചിരി ലേറ്റായിട്ട് തന്നെ വീട്ടിലോട്ട് വരാനും ഒക്കെ പറ്റുന്നൊരു സമയമാണ് വൈകുന്നേരത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. പെൺവീട്ടിൽ അതേപോലെ തന്നെയാണ് നമ്മൾ തലേ ദിവസവും പിറ്റേന്നുമൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു കാര്യം. നമ്മൾ ആൺവീട്ടിൽ പോകുമ്പോഴത്തേക്കും അന്നത്തെ ആ ഒരു ദിവസം വൈകുന്നേരം മൊത്തത്തിലൊരു ആഘോഷമായിട്ട് നമ്മൾ തിരിച്ചു വരാറുണ്ടല്ലേ. അതുപോലെ തന്നെ നല്ലൊരാഘോഷം നിറഞ്ഞ ദിവസം കൂടെ ആയിരുന്നു കേട്ടോ ഈ ഒരു കല്യാണം. അപ്പോൾ പയ്യൻ്റെ വീട്ടിൽ എല്ലാവരും ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും പെൺകുട്ടികളായിരുന്നു കേട്ടോ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നത്. ആൺകുട്ടികളൊക്കെ സ്റ്റേജിന് പുറത്തു നിന്നുള്ള ഡാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള പെൺകുട്ടികൾ മാത്രമായിരുന്നു അകത്ത് കയറി നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്തു കേട്ടോ. ഭയങ്കര ബോറടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പയ്യൻ്റെ ചേട്ടൻ്റെ വൈഫ് എബിയെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂഷൻ എടുക്കുന്ന പിള്ളേരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവരും ഒരു ഡാൻസ് കളിച്ചു കേട്ടോ. അതിൽ അവിനാശ്, എബിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വെള്ള ഷർട്ടിട്ട് അവിനാശ് മാത്രം ട്യൂഷൻ അവിടെയല്ല, വേറെ സ്ഥലത്താണ് ട്യൂഷൻ. ബാക്കി 3 പേരും ഒരേ സ്ഥലത്താണ്, റയാനും എബിയും ആദിത്യനും ഇവർ 3 പേരും ഒരേ സ്ഥലത്ത് മായയുടെ അടുത്താണ് ട്യൂഷന് പോകുന്നത്. അപ്പോൾ അവർ 4 പേരും കൂടെ ഒരുമിച്ച് ഡാൻസൊക്കെ പഠിച്ചു. അവരും ഡാൻസ് കളിച്ചായിരുന്നു കേട്ടോ. ഭയങ്കര ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റൂല, എന്നാലും അവരെ കൊണ്ടാവും പോലെ തന്നെ അവർ ഡാൻസൊക്കെ ചെയ്തു. അപ്പോൾ ആദൂനും പോയി ഡാൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് നല്ല പനിയും കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ അവന് ഡാൻസിനൊന്നും കളിക്കാനായിട്ട് സ്നേഹം വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ മാത്രമായിട്ട് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ബന്ധുക്കളൊക്കെ വരികയും അവരോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മൾ കല്യാണം ആഘോഷിച്ചു. രാവിലത്തെ ഫംഗ്ഷനും വൈകുന്നേരത്തെ ഫംഗ്ഷനൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസ് മാത്രം ഒരുമിച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില ഫോട്ടോസിൽ ഞാനും സ്നേഹയും ബീനയും, ചില ഫോട്ടോസിൽ ഞാനും ആളും ബീനയും മാത്രം. ഒരു ഫോട്ടോ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അശ്വിനി എന്നാൽ 2 സമയത്ത് ഫോട്ടോയ്ക്ക് വന്നതുമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ നോക്കണോ പുറത്തെ ഡാൻസ് നോക്കണോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലൊക്കെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് പിന്നെയും കുറേ പെൺകുട്ടികൾ വന്ന് പിന്നെയും ഡാൻസൊക്കെ ചെയ്തു. ആ സമയത്ത് ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും ഒന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ കുറേ ആൾക്കാരെ ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയവരെയൊക്കെ കാണുന്നതൊക്കെ ഈ ഒരു സമയത്താണല്ലോ. അങ്ങനെ കുറേ നേരം എല്ലാവരുമൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ വൈകുന്നേരത്തെ വീഡിയോ അങ്ങനെ എല്ലാവരെയൊക്കെ ആയിട്ടൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സ്റ്റോറേജ് ഫുള്ളായിരുന്നു, ഫോണിൽ സ്റ്റോറേജ് കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ ബാക്കിയുള്ള ആരെയൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പോകുന്നതും ഫുഡ് കഴിച്ചതും പിന്നെ അവരുടെ ഡാൻസ് മാത്രമേ വീഡിയോസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യങ്ങളും വീഡിയോ ആയിട്ട് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരും ഒരേപോലെ ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഈ കറുത്ത ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ആളാണ് മായ, എബിയുടെ ട്യൂഷൻ ടീച്ചർ. അപ്പോൾ അവളുമായിട്ടും ഒരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫാമിലീസൊക്കെ ആയിട്ട് ഓരോരോ ഫോട്ടോയൊക്കെ എടുത്തു. അതിന് വയ്യാത്തതുകൊണ്ട് അതും നേരത്തെ പോയായിരുന്നു കേട്ടോ. കുറേ നേരം വരെയൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെയാണല്ലോ എപ്പോഴും നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഓരോരോ കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ ഒരു കുഞ്ഞു വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ടും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നത് ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ കുഞ്ഞുനാളോട്ടുള്ള ഫ്രണ്ട്സാണ്. ഇതിൻ്റെ കൂടെ സുജിത്തും ഉണ്ട്. പക്ഷേ സുജിത്തിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം സുജിത്ത് നാട്ടിലില്ല. അപ്പോൾ ഇവരാണ് ചങ്ക് ഫ്രണ്ട്സ്. ഇവരുടെ ഫോട്ടോ കഴിഞ്ഞ വ്ളോഗിൽ ഇടാനുള്ളതായിരുന്നു, പക്ഷേ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.